ഇപ്പൊ നമ്മൾ ഇതിന്റെ മേളില് ഫ്ലവർ ഒക്കെ വെച്ച് ഡിസൈൻ ചെയ്യും. ബീച്ചിൽ വന്നിട്ട് ആരെയും കിട്ടിയില്ല. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാവിലെ എന്തായാലും വർക്കിന് ഇറങ്ങാൻ വേണ്ടി പോകണം. അപ്പം പോകുന്ന വഴിക്ക് വൈഫിനെ അവളുടെ കോളേജിലോട്ട് ഇറങ്ങണം. കോളേജിലൊരു ചേട്ടൻ മരിച്ചത്. അപ്പോൾ അവർക്ക് അവിടെ എന്തോ പരിപാടിയുണ്ട്, ഫംഗ്ഷൻ, പൊതുദർശനം എന്തോ ഉണ്ട്. അപ്പം അവളെ അവിടെ ഇറക്കണം. പിന്നെ അവൾക്ക് എന്തോ ഓർഡർ ഉണ്ട്, അതിന്റെ കുറച്ച് സാധനങ്ങൾ ഒക്കെ മേടിക്കാനുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് വഴിയെ കാണാം. നമുക്ക് പറ്റുമെങ്കിൽ, ഇന്ന് മഴ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട് രാവിലെ തന്നെ, പറ്റുമെങ്കിൽ നമുക്ക് ഇന്ന് ബീച്ചിൽ പോയി ചലഞ്ചും കൂടെ ചെയ്യാം. മഴയില്ലെങ്കിൽ ഇന്നലെ 2 പേരുടെ എടുത്തുള്ളൂ. ഇപ്പൊ 2 പേരുടെ കൊണ്ട് നമുക്ക് ഒരാഴ്ച ഓടിക്കാൻ പറ്റത്തില്ല, മിനിമം ഒരു 4 പേരെങ്കിലും വേണം. അപ്പൊ ഇന്നെന്തായാലും നമുക്ക് പറ്റുമെങ്കിൽ മാക്സിമം അവിടെ പോയി ചലഞ്ചും കൂടെ എടുക്കാം. നമ്മൾ അങ്ങനെ ഗ്ലാസ് മുറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം, ഇവിടെ പോയി പറയാം. നമ്മളപ്പോ അങ്ങനെ അവളെ കോളേജിൽ കൊണ്ട് വിട്ടിട്ട് മറ്റേ ഗ്ലാസ് വെട്ടുന്നത് കണ്ടില്ലായിരുന്നു. ആ ഗ്ലാസ്സിൽ ഒട്ടിക്കാൻ വേണ്ടി സ്റ്റിക്കർ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കടയിൽ വന്നതാണ്. അപ്പൊ ഇനിയിപ്പോ അത് സ്റ്റിക്കർ അവർക്ക് അയച്ചു കൊടുത്തിട്ട് പ്രിന്റ് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും വർക്കിന് പോയിട്ട് വന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ മേടിച്ചോണ്ട് വരും. നമ്മളങ്ങനെ വർക്ക് കഴിഞ്ഞ് വീണ്ടും ബീച്ചിൽ വന്നിട്ടുണ്ട്. ഇന്നും നമുക്ക് ആരെങ്കിലും ഒക്കെ കിട്ടുമോ നോക്കാം. കാരണം ഇന്നലെ നമ്മൾ 2 പേരല്ലേ എടുത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ ആഴ്ച കംപ്ലീറ്റ് വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ, ഷോർട്സ് ഇടണമെന്നുണ്ടെങ്കിൽ ഇന്നും കൂടെ കുറച്ചുപേരെ കിട്ടുമോ നോക്കണം. അപ്പൊ എന്തായാലും ഞാനിപ്പോ ഈ ലോഞ്ചിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ആരെങ്കിലും ഒക്കെ കിട്ടുമോ നോക്കാം, ചലഞ്ച് കൊടുക്കുക. ബീച്ചിൽ വന്നിട്ട് ആരെയും കിട്ടിയില്ല. ചലഞ്ച് എടുക്കാൻ പറ്റിയ ആരെയും കിട്ടിയില്ല. കൂടുതലും പേരും കപ്പിൾസും ഫാമിലി ഒക്കെ ആയിരുന്നു. അവർക്ക് നമ്മൾ പോയി ഡയറക്റ്റ് പോയി ചോദിക്കുന്നത് അത്ര എനിക്കൊരു കംഫർട്ടബിൾ അല്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല ആർക്കും. പിന്നെ ഇപ്പൊ ഞാൻ മഴയും പെയ്യാൻ തുടങ്ങി. പിന്നെ എന്തായാലും തിരിച്ചു പോയാക്കാന്ന് വിചാരിച്ചു. തിരിച്ച് ബൈക്ക് വെച്ചിരിക്കുന്നിടത്തോട്ട് നടന്നു പോവാ ഞാൻ. എന്തായാലും ബൈക്ക് എടുത്തിട്ട് ഇനിയിപ്പോ നേരെ മറ്റേ ഫോട്ടോ പ്രിന്റ് ചെയ്യാൻ കൊടുത്തത്, മറ്റേ ഗ്ലാസ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളത്. ഇനി അത് സ്റ്റിക്കർ അടിക്കാൻ കൊടുക്കണം. ആദ്യം കയറിയ കടയിൽ നമുക്ക് പറ്റത്തില്ലായിരുന്നു, ആ സ്റ്റിക്കർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. വേറൊരു കടയിൽ ലേസർ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. അപ്പൊ നമ്മൾ ഇനിയിപ്പോ അങ്ങോട്ട് പോകാം. എന്തായാലും അവിടെ ചെന്നിട്ട് കാണും. നമ്മളങ്ങനെ എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ മറ്റേത് കാണിക്കാൻ വിട്ടുപോയി. ഞാൻ എന്തായാലും അത് ചെയ്ത് എന്തോന്നുള്ളത് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. നമ്മളത് ചെയ്യുന്നത് നമ്മളെ കാണിച്ചില്ല, അവരകത്താ ചെയ്തത്. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താന്ന് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ തന്നെ. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഇതിപ്പോ ഗ്ലാസ്സിനകത്ത് നമ്മളിങ്ങനെ പേരും ഇതെല്ലാം പ്രിന്റ് ചെയ്തേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇതിന്റെ മേളില് ഫ്ലവർ ഒക്കെ വെച്ച് ഡിസൈൻ ചെയ്യും. എന്നിട്ട് ഇത് ഇന്ന് തന്നെ കൊറിയർ അയച്ചു കൊടുക്കണം. അവർക്ക് നാളെ കിട്ടേണ്ടതാണ്. ഇത് കോഴിക്കോടേക്ക് കൊറിയർ അയക്കണം. അപ്പൊ ഇതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ എന്തായാലും കാണിച്ചു തരാം വീഡിയോയിൽ. ഗൈസ്, ഇതാണ് നമ്മുടെ മിററിന്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.